നമ്മളിന്ന് ഡേ ഔട്ട് പാക്കേജിനായിട്ട് പറമ്പിക്കുളത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാക്കേജിലുള്ള ബാംബു റാഫ്റ്റിങ്ങിന് വേണ്ടി പോവുകയാണ്. നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗൈഡ് നമ്മളെ ബാംബു റാഫ്റ്റിങ് നടക്കുന്ന ഏരിയയിലേക്ക് കൊണ്ടുപോയി. ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി. ഒരു ഓഫ് റോഡ് പോലത്തെ റോഡാണ്. ആ റോഡിൽ കൂടെ നമ്മൾ നേരെ ഇറങ്ങി പോകുന്നത് റാഫ്റ്റിങ്ങിൻ്റെ ഏരിയയിലേക്കാണ്. ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി. കുറേ ദൂരം ചെന്നപ്പോഴത്തേക്കും മുളയുടെ കുറേ കാടുകളൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ ബാംബു റാഫ്റ്റിങ്ങിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തിച്ചേർന്നു. ഡാമിൻ്റെ റിസർവോയറിലാണ് ബാംബു റാഫ്റ്റിങ് നടക്കുന്നത്. ഒരുപാട് വണ്ടികളൊക്കെ നമ്മൾ ചെന്നപ്പോൾ ആ റാഫ്റ്റിംഗ് ഏരിയയിൽ അവിടെ കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ദണ്ടെ ഇറങ്ങി പോകുന്നത് അങ്ങോട്ടേക്കുള്ള ബാംബു റാഫ്റ്റിങ്ങിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ്. താഴെ വണ്ടി പിന്നെ ബസ്സൊക്കെ കിടക്കുന്നുണ്ട്. അവിടെ സൈഡിലായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞത് മഴയാവുന്ന സമയത്ത് ഈ മുകളിൽ വരെ വെള്ളം കയറും എന്നാണ് പറയുന്നത്. ഇപ്പോൾ വെള്ളം കുറവാണ്. ഇവിടെ നിന്നുള്ള വെള്ളം ടണൽ വഴി തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് കുടിവെള്ളമായിട്ട്. ഓവർഫ്ലോ വരുന്ന സമയത്ത് കേരളത്തിലേക്കും പോകാറുണ്ട്. ഡാമുകളെല്ലാം കൺട്രോൾ തമിഴ്നാട് സർക്കാരാണ്. അപ്പോൾ ഈ വെള്ളം അവിടെ കുടിവെള്ളമായിട്ട് കോയമ്പത്തൂർ ജില്ലയിലേക്കൊക്കെ പോകുന്നത് ഇവിടെ നിന്നാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് ആ കാണുന്ന മലയാണ് നമ്മളുടെ വാൽപ്പാറ ആ ഏരിയയിൽ വരുന്ന മല. നമ്മളങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പോവുകയാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ട് താഴേക്ക് നടക്കണം. അപ്പോൾ ബാംബു റാഫ്റ്റിങ് ഒരു ടീം തന്നെ അവിടെ പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന കാഴ്ച കാണാം. വേണ്ടോ, ഇവിടെ ഇങ്ങനെ വണ്ടി ഇടാനൊക്കെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. കുറേ വണ്ടികളും ടൂറിസ്റ്റുകളൊക്കെ കൂടെ വരുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുന്ന ഓഫ് റോഡ് പോലത്തെ റോഡാണെങ്കിലും ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ചെറിയ വണ്ടികളും കൊണ്ട് പോകാൻ കുറച്ച് സൂക്ഷിച്ചൊക്കെ പോകണം. എന്നാലും കുഴപ്പമില്ല. നമുക്ക് അവിടെ പോയിട്ട് റാഫ്റ്റിങ്ങിൻ്റെ ഏരിയയിലേക്ക് ഒന്ന് നടന്ന് നോക്കാം എന്താണെന്ന്. നമ്മൾ നടന്ന് ബാംബു റാഫ്റ്റിംഗ് നടക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉണ്ടല്ലോ ബാംബു റാഫ്റ്റിങ്ങിൻ്റെ ഏരിയ ആണിത്. ഇവർ നമ്മളെ അങ്ങോട്ടേക്ക് റാഫ്റ്റിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. ചെറിയ ബാംബുവിൻ്റെ ചെറിയൊരു ബോട്ടാണുള്ളത്. ശരിക്കും ഇത് കണ്ടപ്പോൾ തോന്നി നമുക്കതിന് ബോട്ട് ജെട്ടിയും ബാക്കി കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അവർ പറഞ്ഞത് ഫൈബർ ബോട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ലൈഫ് ജാക്കറ്റ് ഇട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടി. ബിക്കോസ് മുങ്ങി പോകുമെന്നുള്ളൊരു പേടി. പക്ഷേ ഇതിൽ പോകുമ്പോൾ നമുക്കങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും ഇത് മുങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് ലൈഫ് ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നവർ പറയുകയുണ്ടായി. നമ്മളുടെ ഡേ ഔട്ട് പാക്കേജിൽ വന്നിട്ടുള്ള 10 പേർക്ക് വേണ്ടി മാത്രമാണ് ഈ റാഫ്റ്റിംഗ് പാക്കേജ് അവർ നടത്തിയത്. അപ്പോൾ അവർ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞത് ഇതിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് കാണുന്ന ഒരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു കോട്ടേജും സ്റ്റേയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇവിടെ നിന്ന് സ്പീഡ് ബോട്ടിൽ അവിടെ കൊണ്ടുപോകും. രാത്രി അവിടെ താമസിക്കാം. പിറ്റേ ദിവസം അവിടെ നിന്ന് ചെക്കൗട്ട്. അങ്ങനെയുള്ള പാക്കേജ് ഉണ്ടെന്ന് പറഞ്ഞത്. 10,000 രൂപ എന്തോ ആണ് അതിൻ്റെ പാക്കേജ് ചാർജ്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. നമ്മുടെ എന്താ പറയുക 6 പേരോളം അവരുടെ ആളുകൾ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും. നമുക്ക് 10 പേർക്കൊക്കെ താമസിക്കാവുന്ന രീതിയിലുള്ളൊരു വീടാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ വന്ന് നമ്മൾ ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവരതിനെ കുക്ക് ചെയ്തൊക്കെ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ തൊട്ട് മുമ്പേ പോയ ഒരു ബാംബു ബോട്ട് ഇതാ അങ്ങോട്ട് അപ്പുറത്ത് കൂടെ പോകുന്നുണ്ട്. അതിൻ്റെ കാഴ്ചയൊക്കെ കാണാം. അപ്പോൾ അവർ പറഞ്ഞത് തന്നെ ആ കാണുന്ന ഏരിയയിൽ രാവിലെ ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആന അവിടെ വെള്ളം കുടിക്കാനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. രാവിലെ വരികയാണെങ്കിൽ കാണാൻ പറ്റും. രാവിലെ 10 മണിക്കൊക്കെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത ആളുകളൊക്കെ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ റാഫ്റ്റിംഗ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന അവർ പറയുകയുണ്ടായി. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്നു. ഏകദേശം ഒരു 10-15 മിനിറ്റോളം കുറച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് ദൂരം അങ്ങോട്ട് പോയി റൗണ്ടായിട്ട് തിരിച്ച് വരുന്നു. ഇപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ മൃഗങ്ങളൊക്കെ സൈറ്റ് സീയിങ് കിട്ടുമെന്നൊക്കെ നമ്മളോട് നോക്കാനൊക്കെ പറയുകയുണ്ടായി. അവർ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇതിൻ്റെ ആ ഫ്രണ്ട് കാണുമ്പോൾ നമുക്കൊരു ബോട്ട് ജെട്ടിക്ക് പകരം നമുക്ക് കയറാനും ഇറങ്ങാനും ഒരു സംവിധാനം പോലെയാണ് ആ മുള ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അറ്റത്ത് ഇരിക്കാനുള്ള സീറ്റ്. ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 1 വർഷം വരെയൊക്കെ ആണെന്നാണ് പറയുന്നത്. പിന്നെ ഈ തുഴയുന്ന ആ ഒരു സംഭവം അത്
തേക്കിൽ ഉള്ളതാണെന്നാണ് പറഞ്ഞത് അവർ. അപ്പോൾ അതിങ്ങനെ അതിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ തുഴയാണ് ചെയ്യുന്നത്. ഇത് നല്ലൊരു എഫേർട്ടുണ്ട് ഇത് തുഴഞ്ഞുകൊണ്ട് പോകുന്നതിന് അങ്ങോട്ടേക്ക്. നമുക്ക് ധാരണ മറ്റേ ബോട്ട് പോകുമ്പോൾ കാണാവുന്ന കാഴ്ചയാണ്. എന്തായാലും ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. നമ്മൾ സ്പീഡ് ബോട്ടും അതുപോലെ തന്നെ ട്രാവൽ ബോട്ടും ഒക്കെ യാത്ര ചെയ്യുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. ഇപ്പോൾ നമ്മളെ ബോട്ടിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പുറത്ത് പോകുന്ന ബോട്ടിൽ 4 പേര് ആണത് തുഴഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ വണ്ടിയൊക്കെ കിടക്കുന്ന ഒരു ഏരിയയുടെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. പാർക്കിംഗ് ഏരിയയൊക്കെ ഇവിടെ നിന്ന് തന്നെ കാണാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക ഏരിയയാണിത്. പിന്നെ ഏറ്റവും തമാശ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫ് ജാക്കറ്റ് ആവശ്യമില്ല, കാരണം ഇത് മുങ്ങില്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അത് ഓരോ വർഷവും പുതിയ പുതിയ ബോട്ടുകൾ അവർ കെട്ടി തയ്യാറാക്കി അവിടെ നിർത്തും. അതിനുശേഷം ഈ ഒരു വർഷത്തെ ഉപയോഗത്തിന് ശേഷം അതിനെ പിന്നെ അങ്ങ് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്, ബാംബു ബോട്ട്. അങ്ങനെ നമ്മുടെ യാത്ര ദാണ്ട് ആ ബോട്ട് ഇവിടെ എത്തിച്ചേർന്നു. നമ്മളും ദാണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിലേക്കൂടെ ഇങ്ങനെ നടന്ന് നമുക്കങ്ങനെ വെളിയിലേക്ക് ഇറങ്ങാം. അവർ നമ്മളെ ഇറക്കി വിട്ടിട്ട് പറഞ്ഞു, നിങ്ങളൊരു ദിവസം വരണം, നിങ്ങളൊരു വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള സ്റ്റാഫാണ് കേട്ടോ. ഒരു ദിവസം അവിടെ വന്ന് നിങ്ങൾ താമസിക്കണം, ഇവിടുത്തെ കാഴ്ചകളൊക്കെ, രാത്രിയിലെ കാഴ്ചകളൊക്കെ കാണണം, നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അവരുടെ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റാഫിൻ്റെ ഒരു ആതിഥ്യ മര്യാദ പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് ദൂരെ ആയിട്ട് ആനയെ കണ്ടത്. കണ്ടോ, ആന വെച്ച് ദൂരെയാണ് ആനയെ കണ്ടു. 4-5 ആനകളുണ്ടായിരുന്നു. അത് വെള്ളം കുടിക്കാൻ വേണ്ടി ഡാമിൻ്റെ അടുത്തേക്ക് വരുന്നു. കുട്ടിയാനയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ കാഴ്ച. കണ്ടോ, 4-5 ആനയും കുട്ടിയാനയും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും വളരെ എൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ദൂരെ എന്നുള്ള വ്യൂ ആണിത്, ഒരുപാട് ദൂരെ എന്നുള്ളൊരു കാഴ്ചയാണിത്. അങ്ങനെ എന്തായാലും ഒരു എന്താ പറയുക, വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. നമ്മൾ യാത്രയെല്ലാം കഴിഞ്ഞ് വന്നു. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഡാമിൻ്റെ വ്യൂവും അതുപോലെ തന്നെ ആ ഒരു റാഫ്റ്റിംഗ് ബോട്ടിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് മുളങ്കാടുകളൊക്കെ ഉള്ളത്. അതിൻ്റെ സൈഡിലായിട്ടാണ് വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെ യാത്ര തിരിച്ച് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. നല്ലൊരു അനുഭവമായിരുന്നു. നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക റാഫ്റ്റിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.